മൂത്ത കുട്ടിക്ക് കേസുണ്ട്. ആ മൂത്ത കുട്ടി ഡ്രഗ് കഴിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചതിന് ആ പയ്യനെതിരെ കേസുണ്ട്. ഞാൻ +2 വരെയുള്ള സർട്ടിഫിക്കറ്റ് എന്റെ കയ്യിലുള്ളൂ. +2 10th ഉള്ളൂ എന്റെ കയ്യിൽ. പഠിച്ചൊന്നും എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല, ഡിസ്കണ്ടിന്യൂ ചെയ്യുമായിരുന്നു. ഏവിയേഷൻ കഴിഞ്ഞു. ഏവിയേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ബാംഗ്ലൂർ എയർപോർട്ടിലുണ്ടായിരുന്നു, എയർ ഇന്ത്യയിലുണ്ടായിരുന്നു. ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. വിവാദങ്ങളിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കിച്ചുവിനെ കുറിച്ചിട്ട് ഒരു ആരോപണം വന്നിട്ടുണ്ടായിരുന്നു. ആ ആരോപണം വാസ്തവമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം മുന്നേ ഉള്ള ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കിച്ചു എന്തുകൊണ്ട് രേഷ്മ പി തങ്കച്ചനെ കുറിച്ചിട്ട് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ അവൻ വെളിപ്പെടുത്തുന്നില്ല, അല്ലെങ്കിൽ അവരെ കുറിച്ചിട്ട് അവൻ എന്തുകൊണ്ടൊന്നും മിണ്ടുന്നില്ല. ഇത്രയും കോപ്രായങ്ങളും തോന്നിവാസങ്ങളും കാണിച്ചിട്ട് അവൻ എന്തുകൊണ്ട് ഒന്നും മിണ്ടുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ, അവന്റെ ചില കാര്യങ്ങൾ. അതും അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രായത്തിന്റെ പക്വതക്കുറവിൽ ചെയ്തു കൂട്ടുന്ന കുറച്ച് കാര്യങ്ങൾ ഈ പറയുന്ന രേണുവിനെ അറിയാം. അതിനെ സംബന്ധിച്ചിട്ടാണ് കിച്ചു അവൻ വാ തുറന്ന് അവരെ കുറിച്ചൊന്നും പറയാത്ത. കാരണം ഇനി അവൻ വാ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ കുറിച്ചിട്ടുള്ള ആ കാര്യങ്ങൾ പറയുമോ എന്നുള്ളൊരു പേടിയിലാണ് കിച്ചു. കാര്യം പിടിയിട്ടല്ല, വേറെ ഒന്നുമില്ല, വെള്ളോടി ആ പരിപാടിയൊക്കെ തന്നെയാണ്. കുറച്ചധികം പരിപാടികളുണ്ട്. പ്രായത്തിന്റെ വിഷയത്തിൽ അവൻ ചെയ്ത് കൂട്ടിയതാണ്. എന്തുകൊണ്ട് അവൻ ചെയ്ത് കൂട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനെ നല്ലതും ചീത്തയും പറഞ്ഞു കൊടുക്കാൻ സ്വന്തം തന്തയും തള്ളയും ഇല്ല. അവന്റെ ബയോളജിക്കലി ഉള്ള അപ്പനും അമ്മയും ഇല്ല. എന്നാൽ സ്വന്തം മോനാണ്, എന്റെ സ്വന്തം മോനെ പോലെയാണ്, എന്റെ മുത്താണ്, എന്റെ തക്കുടുവാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന രേണുവിന് വളർത്താനും നല്ലതും ചീത്തയും പറഞ്ഞു കൊടുക്കാനോ സമയമില്ല. എന്തിന്? സ്വന്തമായിട്ട് തന്നെ കാട്ടിക്കൂട്ടുന്നതെല്ലാം അപരാധങ്ങളും പോക്കൃത്തനങ്ങളുമാണ്. ആ കൂട്ടത്തിൽ പെടുമ്പോ ആ പയ്യനെ നേരെ വളർത്താൻ അറിയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ അവന്റെ അവസ്ഥ നിങ്ങൾ കണ്ടതാണല്ലോ, സ്വന്തം വീട്ടിൽ അന്യനെ പോലെ കയറി വരുന്നു. അങ്ങനത്തെ ഒരു രീതിയിലൊക്കെയാണ് അവന്റെ അവസ്ഥ കടന്നു പോകുന്നത്. അവൻ രേണുവിനെ കുറിച്ച് അല്ലെങ്കിൽ രേണുവിനെതിരെ എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അവനെതിരെ രേണു സംസാരിക്കും എന്നുള്ളൊരു കാര്യം കൂടി വാസ്തവമാണ്. അതുകൊണ്ട് പേടിച്ചിട്ടൊക്കെയാണ് അവൻ ഒരു അക്ഷരം മിണ്ടാതെ അന്ന് കട്ടിന്റെ അടിയിൽ ട്രോഫിയുടെ കേസ് നൈസായിട്ട് ഇട്ട് കൊടുത്തതാണ്. അത് കിച്ചുവിനെ വിളിച്ച് സംസാരിച്ച സമയത്ത് കിച്ചു പറഞ്ഞതാണ് മനഃപൂർവ്വം എടുത്തത് തന്നെയാണെന്നുള്ള കാര്യം. എന്തായാലും കിച്ചു, നീ ഇനി മുന്നോട്ട് പോവുക. മുന്നോട്ട് പോകുന്ന വെച്ച് കഴിഞ്ഞാൽ നിന്റെ പ്രായത്തിന്റെ പക്വതക്കുറവിൽ നീ എന്തൊക്കെയോ കുറെ കാട്ടിക്കൂട്ടി. ഇനി അതൊക്കെ വെച്ച് നിർത്തിയിട്ട് നീ നിന്റെ ജീവിതം അടിപൊളിയായിട്ട് ജീവിക്കുക. അത് കിച്ചു ആയാലും ഋതപ്പനായാലും ആരായാലും. അല്ലാണ്ട് ഇവളുടെയൊക്കെ വാക്കും കേട്ട് നിന്റെ ജീവിതം തോന്നിവാസം പോലെ ജീവിച്ച് തൊലച്ച് കളഞ്ഞ് നീ പേടിച്ച് ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല. നിനക്കറിയാന്നുള്ള സത്യങ്ങളൊക്കെ നീ പബ്ലിക്കിനോട് തുറന്നു പറയുക. ഷെഫീനയുടെ ചാനലിലാണ് ഈ ഒരു വിഷയം ആദ്യമായിട്ട് പറയുന്നത്. നമുക്ക് നേരത്തെ അറിയാമായിരുന്നു, ഞാൻ അന്നും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് സംസാരിച്ചത്. പിന്നെ ഞാൻ പുറത്ത് പറയാത്ത വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ സംസാരിക്കേണ്ട എന്തിന് ആ പയ്യനെ ഇതിലോട്ട് വലിച്ചിടണ്ട, അല്ലെങ്കിൽ അവന്റെ ഈ ഒരു ചരിത്രം നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട എന്നുള്ളൊരു മൈൻഡ് സെറ്റിലായിരുന്നു. പക്ഷെ ഇന്ന് ഇവർ സംസാരിച്ചത് കൊണ്ട് നമുക്കത് ഇനിയിപ്പോൾ സംസാരിക്കാൻ ഇരുന്നിട്ട് കാര്യമില്ല. എങ്കിലും ഞാൻ പറയുകയാണ്, ജനങ്ങൾ ഒരിക്കലും അവനെ വെറുക്കരുത്. അവന്റെ പ്രായത്തിന്റെ പക്വതക്കുറവിൽ അവന് നല്ലതും ചീത്തയും പറഞ്ഞു കൊടുക്കാൻ ആരും ഇല്ലാതെ അവൻ അറിയാതെ തോന്നിവാസത്തിലോട്ട് പോയെന്നേ ഞാൻ പറയത്തുള്ളൂ. ഇനി അവൻ അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിഞ്ഞ് നല്ല രീതിയിൽ ജീവിക്കാൻ സാധിക്കട്ടെ. പോലീസ് സ്റ്റേഷനിൽ കേസ് അടക്കം ഉണ്ടായിരുന്നിട്ടുണ്ട്. വാകത്താനം പോലീസ് സ്റ്റേഷനിലാണ് കിച്ചുവിനെതിരെ കേസ് ഉണ്ടായിരുന്നത്. അങ്ങനത്തെ കുറച്ചധികം കാര്യങ്ങളുണ്ട്. നമുക്ക് എന്തായാലും ആദ്യം ഷെഫീന പറയുന്നത് കേട്ടു നോക്കാം. ആക്ച്വലി എന്താണ് സുധി, എന്താണ് ഈ സുധിയുടെ ക്യാരക്ടർ എന്നൊന്ന് പറഞ്ഞു തന്നാണ്. മൂന്ന് പെണ്ണുങ്ങളെ കെട്ടി കളയുക, കെട്ടി വഴിയാതരമൊക്കെ നന്നായി മദ്യപിച്ചുകൊണ്ട് നടന്ന ഒരു വ്യക്തി. മദ്യപാനം അയാളുടെ ഏറ്റവും ഇതായിരുന്നു. എന്തിനധികം 2 ആൺമക്കളും അതേ ലെവലിലേക്കാണ്. മൂത്ത കുട്ടിക്ക് കേസുണ്ട്. ആ മൂത്ത കുട്ടി ഡ്രഗ് കഴിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചതിന് ആ പയ്യനെതിരെ കേസുണ്ട്. ഇനിയിപ്പോ ഇതില്ല എന്ന് പറയരുത്, എന്റെ കയ്യിൽ എന്റെ തെളിവുണ്ട്. ആ ചെറുക്കൻ തന്നെ സമ്മതിക്കുന്നുണ്ട്. അവൻ സമ്മതിക്കുന്നുണ്ട്. അവനെ ആര് വിളിച്ച് സംസാരിച്ചാലും സത്യം പറഞ്ഞാൽ അവനെ സമ്മതിക്കുന്നുണ്ട്. അവനില്ല അങ്ങനെയൊന്നും ഇല്ല എന്നൊന്നും അവൻ പറയുന്നുമില്ല. അവൻ സമ്മതിക്കുന്നുണ്ട്, ചെയ്ത തെറ്റാണെന്നുള്ള രീതിയിൽ അവൻ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ അവന് പേടിയാ. ഇനി ജനങ്ങൾ ഇത് അറിയുമ്പോൾ ജനങ്ങൾ എങ്ങനെ പെരുമാറും, ഏത് രീതിയിൽ അവനെ കാണും, അവനെ വെറുക്കുമോ എന്നുള്ള ഒരു പേടി അവനുണ്ട്. സത്യം പറഞ്ഞാൽ നിങ്ങൾ ആരും അവനെ വെറുക്കരുത്. ഒരു രീതിയിൽ അവനെ നമ്മൾ പഴിചാരാൻ പാടുന്നില്ല. പ്രായത്തിന്റെ പക്വതക്കുറവുകൊണ്ട് പല തോന്നിവാസങ്ങളും കാട്ടിക്കൂട്ടി. നല്ലത് പറഞ്ഞു കൊടുക്കാൻ ആരും ഇല്ലടേ. ഈ അമ്മയെന്ന് പറഞ്ഞ് നടക്കുന്നില്ല, ഡമ്മിയ. ഇടയ്ക്ക് വേറൊരു അമ്മ വന്നിട്ടുണ്ടായിരുന്നു, 2 ദിവസം മുന്നേയൊക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് അങ്ങനത്തെ ഉടായ്പകളൊക്കെ വന്ന് കയറുന്നുണ്ട്. എന്നാൽ നല്ലതും ചീത്തയും പറഞ്ഞു കൊടുത്ത് വളർത്താൻ അവൻ ആരും ഇല്ലായിരുന്നു. അത് വേറൊരു വാസ്തവം. അവന്റെ പേർക്കുള്ള ഈ കേസുകൾ ഇവൾ പുറത്തു വിടും എന്നുള്ളത് കൊണ്ടാണ് ആ പയ്യൻ അവൾ ചെയ്യുന്ന എല്ലാ തോന്നിവാസത്തിനും മൗനമായിട്ട് സമ്മതം കൊടുക്കുന്നത്, മിണ്ടാതിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ആ പ്രതീക്ഷുമായിട്ട് കാണിക്കുന്ന എല്ലാ പോക്കൃത്തരവും നിങ്ങൾ കണ്ടതാണ്. ഈ പോക്കൃത്തരങ്ങളൊക്കെ ആ കുട്ടി ഒന്നും മിണ്ടാതെ അനുഭവിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ ഇത് ബാധിക്കപ്പെടുന്ന രേഷ്മയോ രേഷ്മയുടെ ഋത്തപ്പനെയോ മാത്രമല്ല, കിച്ചുവിനെ ബാധിക്കും, സുധിയെ ബാധിക്കും, സുധിയുടെ ഭാര്യ എന്നുള്ള ഇതാണ് അവർക്ക് കിട്ടുന്ന ആ ഡാമേജ്. അവനത് ചോദിക്കാനുള്ള വോയിസ് ഇല്ല. കാരണം അവൻ തന്നെ ഇതുപോലുള്ള പ്രശ്നങ്ങളിൽ പെട്ട് നിൽക്കുന്ന ഒരു പയ്യനാണ്. കേസുണ്ടെന്ന് പറയുമ്പം ചെറുക്കൻ എത്ര വയസ്സെന്ന് ഓർത്ത് നോക്കണം. അതിന് ആ കുട്ടിയെ കുറ്റപ്പെടുത്താൻ ഒക്കത്തില്ല. തന്തയും തള്ളയും ഇങ്ങനെയല്ലേ. അമ്മ അച്ഛനെ ഉപേക്ഷിച്ച് ഒരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോയി. എന്നിട്ട് അവന്റെ കൂടെ പോയിട്ടും ജീവിതം സെറ്റാവാത്തോണ്ട് ഇടിയുകയാണ്.
പബ്ലിക്കിൽ ആ കുട്ടി എങ്ങനെ തല പൊക്കും? തന്ത ഒരു കല്യാണം കഴിച്ചു, പിന്നെ ഒരു കല്യാണം കഴിച്ചു, അതിനെ കളഞ്ഞിട്ട് അടുത്തതിന്റെ കൂടെ പോയി. ഇങ്ങനെ കുറേ സർക്കസുകൾ തന്തയും ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചീഞ്ഞ ഫാമിലിയാണ്. പക്ഷെ അതിന്റെ ഇടയിൽ ആ പിള്ളേരുടെ ജീവിതമാണ് തൊലഞ്ഞ് തരിപ്പണമാവുന്നത്. വാകത്താനം പോലീസ് സ്റ്റേഷനിൽ കിച്ചുവിനെതിരെ കേസുണ്ടായിരുന്നു. അന്ന് രേണുവിന്റെ അപ്പനൊക്കെയാണ് ഇറക്കാൻ പോയിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ അറിഞ്ഞ കേസുകളാണ്. പിന്നെ ഒന്നും പറഞ്ഞില്ലടേ. എന്തിനാ പയ്യനെ എനിക്ക് വലിച്ചിടുന്നതിൽ പേഴ്സണലി താല്പര്യമില്ല. അപ്പൊ അവന്റെ ചരിത്രം കുത്തിപ്പൊക്കി കൊണ്ടുവന്നതും എനിക്ക് പേഴ്സണലി താല്പര്യമില്ല. പിന്നെ അവൻ എന്തുകൊണ്ട് പേടിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കാര്യം ജനങ്ങൾ അറിയുമോ എന്നുള്ളൊരു പേടി, അറിഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ അവനെ വെറുക്കുമോ എന്നുള്ളൊരു പേടി, അത്രേ ഉള്ളൂ. നിങ്ങൾ ആരും വെറുക്കരുത്. കാരണം അവന്റെ അറിവില്ലായ്മ കൊണ്ട് അവൻ ചെയ്ത് കൂട്ടിയതാണ്. ഇനി ആവർത്തിക്കാതിരിക്കട്ടെ, ഇനി ആവർത്തിക്കരുത്. എനിക്കതേ കിച്ചുവിന്റെ അടുത്ത് പറയാനുള്ളൂ. നിന്നെ നല്ലതും ചീത്തയും പറഞ്ഞെന്ന് വളർത്താൻ നിനക്ക് ആരും ഇല്ലായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്തിന് സുധി തന്നെ അടിച്ച് കോൺ തെറ്റിയാണ് നടന്നിട്ടുള്ളത്. സുധിയുടെ പ്രായത്തിൽ ജീവിച്ചിരുന്ന സമയത്ത് കിച്ചു ഉള്ളപ്പോൾ. അതുകൊണ്ട് അങ്ങനെ അടിച്ച് തോന്നിവാസത്തിൽ നടന്ന ഒരു അപ്പൻ ഒരിക്കലും സ്വന്തം മക്കളെ ഉപദേശിക്കാൻ പോലും പറ്റത്തില്ല. മോനെ നീ അടിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞ് ഉപദേശിക്കാനുള്ള റൈറ്റ്സ് പോലും ഇല്ലെന്നേ പറയത്തുള്ളൂ. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി, നമ്മൾ ചെയ്യുന്ന നല്ല കാര്യത്തിലൂടെ നമുക്ക് മറ്റൊരാളെ ഉപദേശിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മളെന്ത് തോന്നിയാസം ചെയ്തു വെച്ചിട്ട് നമുക്ക് മറ്റൊരാളെ ഉപദേശിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഉപദേശിച്ച ആ ഉപദേശം അത്ര ഏക്കത്തുമില്ല. ഇനി നമ്മുടെ ഏവിയേഷൻ ചേച്ചിയില്ലേ, ഏവിയേഷൻ ചേച്ചിയുടെ ഏവിയേഷൻ കഥയിലോട്ടൊന്ന് പോവാം. അവരാണ് പറഞ്ഞത് ജോലി തരാമെന്ന് പറഞ്ഞു. എന്താണ് പഠിച്ചേക്കണത്? ഞാൻ +2 വരെയുള്ള സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലുള്ളൂ. +2 10 ഉള്ളൂ എൻ്റെ കയ്യിൽ. പഠിച്ചൊന്നും എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല, ഡിസ്കണ്ടിന്യൂ ചെയ്യുമായിരുന്നു. എന്തുകൊണ്ടാണ് സുധിക്കിയുടെ കുടുംബത്തിന് ഇങ്ങനെ ഒരു അവസ്ഥ വരാൻ കാരണം? വാടകയ്ക്ക് താമസിക്കണോ അങ്ങനെയൊക്കെ പറഞ്ഞ ആ ഒരു അവസ്ഥ വരാൻ കാരണം എന്താ? അപ്പൊ നമ്മുടെ ചേച്ചി പഠിത്തം +2 വരെ ഉള്ളൂ. +2 ഇനി ഉണ്ടോന്ന് അറിയത്തില്ല. അതുവരെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം പഠിക്കാൻ പോയത് ഒന്നും കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, ഡിസ്കണ്ടിന്യൂ ആണ് ചെയ്ത് വിട്ടതെന്നാണ് ചേച്ചി പറയുന്നത്. അപ്പൊ ചേച്ചി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ചേച്ചി ഡിസ്കണ്ടിന്യൂ ചെയ്ത കോഴ്സ് സർട്ടിഫിക്കറ്റ് പോലും ഇല്ലാത്ത ചേച്ചി എങ്ങനെ എയർ ഇന്ത്യ, ബാംഗ്ലൂര്, ടിവാൻഡത്തൊക്കെ വർക്ക് ചെയ്ത്? എനിക്ക് അതങ്ങോട്ട് മനസ്സിലായില്ല. അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ് കേട്ടോ. എനിക്കതിന്റെ ആ ഒരു ഉള്ളടക്കം എങ്ങനെയാണ് ചേച്ചി അവിടെയൊക്കെ വർക്ക് ചെയ്തതെന്ന് പോലും എനിക്ക് പിടികിട്ടുന്നില്ല. മനസ്സിലാകാത്തോണ്ട് ചോദിക്കുക, എന്തുവാടെ തള്ളി മറിക്കുന്നത് വന്നിരുന്നത്? ഇതൊക്കെ കേസെടുക്കണം. ഈ വ്യാജ ഡോക്ടർ വ്യാജ തട്ടിപ്പൊക്കെ നടത്തില്ലേ, അതുപോലെ വ്യാജ ഏവിയേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് വ്യാജ രീതിയിൽ വന്നിട്ടുള്ള ടീംസാണ്. ഇനി എങ്ങാണ്ട് അവർ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ വ്യാജ സർട്ടിഫിക്കറ്റ് ആയിരിക്കും കൊടുത്തിട്ടുള്ളത് അല്ലേ? ആലോചിച്ച് നോക്കും. എങ്ങാണ്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ വർക്ക് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി എനിക്ക് ഒരു തരത്തിലും തോന്നുന്നില്ല. അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ലാംഗ്വേജ് കൈവശം വേണം. ഇവിടെ താഴ്ത്തി പറയുന്നതല്ല, പക്ഷെ കുറച്ച് ലാംഗ്വേജ് ഇംഗ്ലീഷ് ഹിന്ദിയൊക്കെ അറിയണം. അല്ലാണ്ട് അവിടെ ഇറച്ചതായിട്ടൊന്നും വർക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്തായാലും ചേച്ചി ചേർന്നേച്ചി പറഞ്ഞ കേൾക്കാം. എന്താ ചെയ്തിരുന്നേ? ഏവിയേഷൻ കഴിഞ്ഞു. ഏവിയേഷൻ കഴിഞ്ഞിരിക്കാണ്. പിന്നെ പറ, അല്ലെങ്കിൽ ഇവര് കളിയാക്കുക. അതാ ബാംഗ്ലൂർ എയർപോർട്ടിലുണ്ടായിരുന്നു. എയർ ഇന്ത്യയിലുണ്ടായിരുന്നു. ഓക്കെ. ട്രിവാൻഡ്രത്തുണ്ടായിരുന്നു. ട്രിവാൻഡ്രത്തുണ്ടായിരുന്നു. ട്രിവാൻഡ്രം ചേച്ചി, ട്രിവാൻഡ്രം അത് പോലും അറിയത്തില്ല. ട്രിവാൻഡ്രത്തുണ്ടായിരുന്നു. ചേച്ചിക്ക് വേണ്ടിയിട്ടാ ഞാനൊരു സ്പെഷ്യൽ കമന്റ് വായിച്ചുതരാം. എയർപോർട്ടിൽ ആരുടെയെങ്കിലും കയ്യിൽ നിന്നും പൈസ കടം ചോദിക്കാൻ പോയതായിരിക്കും. വല്ല ആവശ്യമുണ്ടാ? ഇങ്ങനെ കള്ളങ്ങളൊക്കെ പറയുമ്പോൾ നാട്ടുകാർ ഇതുപോലെ ഓരോന്നൊക്കെ കുത്തിപ്പൊക്കി അടിച്ചു തരും. ഇനിയിപ്പോൾ എയർപോർട്ടിൽ പോയത് ചേച്ചി കടം വാങ്ങാനാണെന്ന് അവിടെ വരെ എത്തിച്ച് നാട്ടുകാരെ നിന്ന് ഓടി നടന്ന് കടം വാങ്ങുന്നുണ്ട്. ഇപ്പൊ കടം വാങ്ങുന്നത് തെറ്റാണെന്നൊന്നും ഞാൻ പറയത്തില്ല. നമ്മളെല്ലാവരും കടങ്ങൾ വാങ്ങാറുണ്ട്. പക്ഷെ അത് പറയുന്ന സമയത്ത് തിരിച്ചു കൊടുക്കണം. കടം വാങ്ങിയിട്ട് ആ പൈസ ചോദിക്കുന്നവന്റെ മെക്കിട്ട് കയറി കൊണ്ട് മറ്റേ പരിപാടികൾ കാണിക്കാതിരിക്കുക. എനിക്കതേ പറയാനുള്ളൂ. എന്തായാലും എയർപോർട്ടിൽ പോയിട്ട് കടം വാങ്ങിയ രീതിയിലാക്കിയ ആൾക്കാർ, നിങ്ങളൊക്കെ എയർ ഹോസ്റ്റേഴ്സ് ആയിട്ട് വർക്ക് ചെയ്തെന്ന് പറയുമ്പോൾ നാട്ടുകാർ എങ്ങനെയാണ് വിശ്വസിക്കും? എന്തുവാ ഇത് തള്ളി മറിക്കുന്ന വന്നിരുന്ന്? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അതൊന്ന് പറയും. ഇനി വേറൊരു വ്യക്തി നിങ്ങളെ പറ്റിയിട്ട് പറയുന്നുണ്ട്, ഹരി എന്ന് പറയുന്ന വ്യക്തി. കണ്ടുപോകാം. പെട്ടെന്ന് ഓർക്കുന്നത് ഇപ്പൊ രേണു സുധി ഒരു വീട് വെച്ചു. ഏറ്റവും കൂടുതൽ വൈറലാണ്. ഞാൻ ചോദിക്കാൻ വരുന്ന ഒരു ഫാക്ടർ ഞാൻ ആലോചിച്ചത് ശരിക്കും പറഞ്ഞാൽ നമുക്കതിരെ ഈ രീതിയിലാക്കാം. ഈ കുട്ടി വീട്ടിലേക്ക് കയറി വീട്ടു താമസം തുടങ്ങി, പിന്നെ പ്രശ്നങ്ങളുടെ മേളിൽ പ്രശ്നങ്ങളാണ്. എന്തൊക്കെയാണ് കുട്ടി വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മിക്കവാറും ഇങ്ങനെ ചില റീൽസൊക്കെ വരുമ്പോൾ കാണും. സത്യം പറഞ്ഞാല് ഞാൻ ആ വീടിന്റെ പ്ലാൻ അത് ചെയ്ത ആളുകൾ, ഫിറോസ് എന്തോ മറ്റാണെന്ന് പേരെന്ന് തോന്നുന്നു, അതൊരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വെറുതെ എടുത്തൊരു അക്കാഡമിക്കൽ പർപ്പസ് ഞാൻ വെറുതെ ആ പ്ലാനൊക്കെ നോക്കി. നല്ല പ്ലാനാണ്, എനിക്കതങ്ങോട്ട് മോശം തോന്നില്ല, നല്ലൊരു വീടാണ്. പക്ഷെ എന്താ പ്രശ്നം എന്ന് പറയാം, ഇതിൽ ഈ വിഷയങ്ങൾ ഇവർ ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരുന്നത് ഒരു പ്രശ്നമാണ്. ഇവര് ചെയ്യുന്ന മൊത്തം പ്രശ്നമാണ് ബ്രോ, മൊത്തം പ്രശ്നമാണ്. സകലമാന കാര്യങ്ങളും പ്രശ്നമാണ്. ജീവിതത്തിൽ ഒന്നും നല്ലതായിട്ട് ചെയ്തിട്ടുള്ളതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എല്ലാ അടപടലും തേച്ചൊട്ടിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, അവര് നല്ലൊരു സംഘടന ചേർന്ന് വീട് വെച്ചു കൊടുത്ത് അവർക്കെതിരെ പോയിരിക്കണം. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് ശരിയാക്കണം. കാലാകാലം ഇനി അവർ സഹായിച്ചുകൊണ്ടിരിക്കില്ല. എനിക്ക് അതേ പറയാനുള്ളൂ. ആ പോയിന്റ് തന്നെയാണ്. കൂടുതലൊന്നും ഈ കേസിൽ എനിക്ക് പറയാനില്ല. വീട് വെപ്പിന്റെ പലതും പല വട്ടം പറഞ്ഞത് തന്നെയാണ്. ഇപ്പോഴും ഇവർ ഈ പബ്ലിക്കിന്റെ മുമ്പിൽ ഇപ്പൊ ആ വീട് ഒരു ചോർച്ചയാണ്. ഇപ്പം രമ്യ മനസ്സിലാക്കേണ്ട, ഏതൊരു വീട് വെച്ചാലും
ഓട്ടോമാറ്റിക്കലി അടുത്തൊരു മഴക്കാലമൊക്കെ ആകുമ്പോൾ ചെറിയ ചെറിയ ഡാമേജുകളുണ്ട്. കാരണം മനുഷ്യനിർമ്മിതമാണിതല്ല. എത്ര പെർഫെക്റ്റ് ആയിട്ട് എത്ര ലക്ഷങ്ങളും കോടികളും മുടക്കി വെച്ചാലും എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ ഡാമേജുകൾ അതിലുണ്ടാവും. അത് ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ ഇടുമ്പോഴാണ് അവരും എല്ലാം മറുപടി പറയാൻ വേണ്ടി ബാധ്യസ്ഥരാകുകയും. റീച്ചിന് വേണ്ടി നെഗറ്റീവ് ആയാലും മതി, നെഗറ്റീവ് പോരട്ടെ എന്ന് പറഞ്ഞ ടീമാ. അവരിൽ നിന്നൊക്കെ ഇത്രയും പ്രതീക്ഷിച്ചാൽ മതി. അതുകൊണ്ട് കൂടുതൽ അവരിൽ നിന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. തോന്നിയ ദിവസങ്ങളുടെ ഒരു കൂമ്പാരം തന്നെയാണ് ജീവിതങ്ങളായിട്ട് കൊണ്ട് നടക്കുന്നത്. ഞാൻ വേറൊരു കമന്റ് ഒന്ന് വായിച്ചുതരാം. അടവ്, സൂത്രം, കൗശലം, നുണ പറച്ചിൽ, ഉരുണ്ടുമറയിൽ, അവസരം നോക്കി വാക്കുമാറ്റി പറയൽ തുടങ്ങിയ ക്ലാസുകൾക്ക് സമീപിക്കുക രേണുസുതി. ക്ലാസുകൾ പരിമിതി നിരക്കിൽ ഷൂട്ടിങ്ങിന്റെ ഇടവേളയിൽ ഉണ്ടെങ്കിൽ മാത്രം. അതായത് ഷൂട്ടിങ്ങിൽ എപ്പോഴും തിരക്കിലാണല്ലോ. ആ സ്ഥിതിക്ക് ഷൂട്ടിങ്ങിന്റെ ഇടയിൽ ഗ്യാപ്പിൽ എന്തെങ്കിലുമൊക്കെ അവസരങ്ങൾ ഉണ്ടെങ്കിൽ, സമയം ഉണ്ടെങ്കിൽ മാത്രം അടവ്, സൂത്രം, കൗശലം, നുണ പറച്ചിൽ, ഉരുണ്ടുമറയൽ, അവസരം നോക്കി വാക്ക് മാറ്റി പറയൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുകയാണ് അമ്പിളി ദിവാകരൻ എന്ന് പറയുന്ന ആ ചേച്ചി. എന്തായാലും വളരെ വളരെ കൃത്യമായിട്ട് ഈ രണാസുനെ കുറിച്ചിട്ട് മനസ്സിലാക്കിയ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ പറയുകയാണ്. നിങ്ങൾ ചെയ്ത കമന്റ് 100% സത്യമാണ്. അപ്പോഴപ്പോഴാ ഓരോന്ന് മാറ്റി പറയും. ഇപ്പൊ പറയുന്നില്ല, അപ്പൊ പറയുന്നില്ല, പിന്നെ പറയുന്നു. അതെന്തെന്നറിയാമോ? നമ്മൾ സത്യം മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തെറ്റ് പറ്റത്തില്ല. നമ്മൾ കള്ളം പറയുമ്പോഴാണ് നമ്മൾ മറന്നു പോകുന്നത്. ഒരിക്കൽ പറഞ്ഞാൽ പിന്നെ പറയും, അപ്പുറത്ത് പറയും, മറന്ന് പുതിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത്രയേ ഉള്ളൂ. കൂടുതലൊന്നും അവരെ കുറിച്ചിട്ട് പറയാനില്ല. വേറൊരു പോസ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ ഒന്ന് വായിക്കാം. അടുത്ത മാസം ക്രിസ്മസ്. വാവക്കുട്ട, നമുക്ക് പുതിയ റെഡ് ഡ്രസ്സ് വാങ്ങണ്ടേ? ഇങ്ങനെ ചോദിക്കാനും പുതിയ ഡ്രസ്സ് എടുക്കാനും ഇത്തവണ എനിക്ക് എന്റെ ഏട്ടനില്ല എന്ന് പറഞ്ഞിട്ട് മുന്നേ ഉള്ള പോസ്റ്റാണ്. ഞാൻ കണ്ടപ്പോൾ ചിരി വന്ന്. ഏട്ടനെ കുറിച്ചിട്ടൊക്കെ പറയുന്നതും ഏട്ടനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കാണുന്നതാ ഞാൻ അടങ്ങുന്ന എല്ലാവരും. അതുകൊണ്ട് കൂടുതൽ അങ്ങോട്ട് കടന്ന് മെഴുകാൻ നിൽക്കേണ്ട. എന്താണ് നിങ്ങളുടെയൊക്കെ ഉള്ളിലിരിപ്പെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലായതും അറിഞ്ഞതുമാണ്. ഭയങ്കര ഏട്ട സ്നേഹം കാണിക്കുന്നുണ്ട്. ഈ ഏട്ടനെ വിറ്റ് കുറെ ഉണ്ടാക്കി മതി. അങ്ങേരെ പേരും പറഞ്ഞ് അങ്ങേരെ നാട്ടിച്ച് ഇപ്പൊ അങ്ങേര് കയറിപ്പോയി. അങ്ങേരെ ചരിത്രവും കൂടി കുത്തിപ്പൊങ്ങി വരാൻ തുടങ്ങി. പല ഭാര്യമാരൊക്കെ വരുന്നു. ആരൊക്കെയാ വരുന്നു, ആരൊക്കെയാ വരുന്നു? കിച്ചുവിനെ വളർത്തിയെന്ന് പറഞ്ഞ് പുതിയ അമ്മയെന്നും പറഞ്ഞ് വരുന്നുണ്ട്. ആരൊക്കെ എവിടെ കൂടിയൊക്കെ വരുന്നുണ്ട്, ഒരു പിടിയും കിട്ടുന്നില്ല. എന്തുവാ ഇത്? വളരെ സന്തോഷവതിയായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ ഒരു സന്തോഷമാണെന്ന് പറഞ്ഞിട്ട് ഉള്ളിൽ ഞാൻ കരയുകയോ പേടിക്കുകയോ ഒന്നുമല്ല. ആരെയും പേടിയില്ല, ദൈവത്തെ മാത്രമേ പേടിയുള്ളൂ. ദൈവം അതുപോലെ എന്നെ വിട്ടുപോയ എന്റെ സുധിച്ചേട്ടന്റെ ആത്മാവ് ഉള്ളിടത്തോളം കാലം ഞാൻ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും. ഞാൻ ആരെയും വഞ്ചിച്ചിട്ടില്ല, ഒന്നും മോഷ്ടിച്ചിട്ടില്ല, ആർക്കും ദ്രോഹം ചെയ്യുന്ന ഒരു ഇടപാട് ഞാൻ ചെയ്തിട്ടില്ലെന്ന് എന്റെ മനസ്സാക്ഷിയെ തൊട്ടാണ് ഞാൻ പറയുന്നത്. സോ ഞാൻ ഹാപ്പി ആയിട്ട് പോകുന്നു. ഒന്നും എന്നെ ഏൽക്കുന്നില്ല, ഒന്നും എന്നെ ബാധിക്കുന്നില്ല. ഒന്നും ഏൽക്കുന്നില്ല, ഒന്നും ബാധിക്കുന്നില്ല. കണ്ണീരങ്ങോട്ട് തുടച്ചിട്ട് പറ. ഒന്നും ബാധിക്കാത്തതുകൊണ്ടായിരിക്കും എനിക്കെതിരെ കൊണ്ട് ഇൻഡാസ് കൊടുത്തത്. ഒന്നും ബാധിക്കുന്നില്ല എന്ന് കള്ളം പറയരുത്. അങ്ങനെ പറയരുത് കുട്ടാ, അങ്ങനെ പറയരുത്. ദാറ്റ് ഈസ് തെറ്റ്. നെഗറ്റീവിലൂടെ റീച്ച് ഉണ്ടാക്കാമെന്ന് ഫുള്ള് നെഗറ്റീവായി മാറിയ ഒരു സ്ത്രീ. എനിക്കതേ പറയാനുള്ളൂ. ചരിത്രമൊക്കെ കുത്തിപ്പൊങ്ങി വരുന്നുണ്ടല്ലോ. പല കാര്യങ്ങളും. ഇതിന്റെയൊക്കെ എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നു. താൻ കുഴിച്ച കുഴിയിൽ താൻ അങ്ങ് വീണു. അത്രേ പറയാനുള്ളൂ. വേറൊരു റീല് കൊടുക്കാം. കളിയൊക്കെ ഒരു നാണമാനല്ലാതെ കളിക്കുന്നുണ്ട്. അത് മനസ്സിലായി. സത്യമാണ്. എനിക്കൊരു നാണവമാനവും ഇല്ല. അതെനിക്ക് മനസ്സിലായത്. ഉളുപ്പില്ലാത്തതിന്റെ പീക്ക് ലെവലിലുള്ള കാര്യങ്ങളാണ് കാട്ടി കൂട്ടുന്നതെന്നുള്ള കാര്യം എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. അപ്പൊ ഞാൻ ഈ വീഡിയോ ചെയ്തതിന്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കിച്ചു അവന്റെ ഭാഗത്ത് പ്രായത്തിന്റെ കുറെ മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ട്. അത് നിങ്ങൾ ജനങ്ങൾ പൊറുക്കുക. അവൻ ശരിയായി വരട്ടെ, നേരായി വരട്ടെ. നല്ലതും ചീത്തയും പറഞ്ഞു കൊടുത്ത് വളർത്താൻ സ്വന്തം അപ്പനോ അമ്മയും ഇല്ലായിരുന്നു. പിന്നെ അമ്മയെന്ന് പറഞ്ഞ് വെറുതെ ബോർഡും തൂക്കിയിട്ടുകൊണ്ട് നടന്ന ഒരു സാധനം മാത്രമേ ഉണ്ടായിരുന്നിട്ടുള്ളൂ. അത് കാട്ടിക്കൂട്ടിയതൊക്കെ നിങ്ങൾ ജനങ്ങൾ തന്നെ അറിഞ്ഞതാണ്. കൂടുതലൊന്നും പറയാനില്ല. നിങ്ങൾ പൊറുക്കുക, ക്ഷമിക്കുക. പ്രായത്തിന്റെ പക്വതക്കുറവിൽ അവൻ എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ടുണ്ട്. ഇനി ആവർത്തിക്കരുത്. എനിക്ക് കിച്ചുവിന്റെ അടുത്ത് അതേ പറയാനുള്ളൂ. ഇനി ആവർത്തിക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.